കേട്ടിട്ടില്ലേ? ഈ മോളെ അവൻ പോട്ട്. എന്റെ മോള് പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഈ തിലകൻ ചേട്ടനെ വില്ലൻ കൊല്ലും, എന്നിട്ട് പൃഥ്വിരാജ് കൊച്ചിനെയും കൊണ്ട് പോകും. വെറുതെ അല്ലേ നിന്റെ ജീവിതം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയത്. നീ അനുഭവിക്കണി, നീ അവിടെ കിടന്ന് ആവശ്യമില്ലാതെ. ഇടി, ഞാൻ അതാണോ ചോദിച്ചത്? പിന്നെന്താന്ന്? നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ്. അതിപ്പോ നമുക്ക് അധികം വല്ല കയ്യിൽ കാശില്ലാത്ത ആൾക്കാരാണല്ലോ മാമ. അപ്പൊ സാമ്പത്തികപരമായിട്ട് എന്ത് ബിസിനസ് ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാം, അതാണ് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സാമ്പത്തികമാണ് പ്രശ്നം. സാമ്പത്തികമാണ് പ്രശ്നം. മോനെ സുരേന്ദ്ര, എടാ, ഒരു മനുഷ്യന്റെ ജീവിതത്തില് അല്ലായ്മയും വല്ലായ്മയും ലല്ലെല്ലാം ചൊല്ലുന്ന ചെല്ലക്കിളികളും വേടം മോനെ ഒന്നും പറയണ്ട, കൺട്രോൾ കിട്ടാതെ പോയ. അതുകൊണ്ടാ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം പറഞ്ഞെങ്കിൽ നീ തന്നെ ബിസിനസ് ചെയ്ത് ശരിയാക്കണം. അതിന്റെ കാര്യമാണ് മകനെ ഞാൻ പറഞ്ഞത്. മോനെ, അത് പറഞ്ഞപ്പോഴാ മാമ ഒരു കാര്യം ഓർത്തത്. എന്താ മാമ? നിന്റെ മൂത്ത മകനില്ലേ, അവന്റെ കല്യാണക്കാരിയൊക്കെ എന്തായിടാ? അവന്റെ കല്യാണക്കാരൊക്കെ ഏകദേശം ഓക്കെ ആയിട്ട് വന്നു. മിടുക്കം പയ്യനാ കേട്ടോ, മിടുക്കം പയ്യനാ. അവൻ എങ്ങനെ കല്യാണം നടത്തണമെന്നാ പറയുന്നേ? ആ വാക്ക് അവന്റെ വായിന്ന് കേട്ടപ്പോ എന്റെ കണ്ണ് കറഞ്ഞു പോയി മാമ. എന്നാ അതൊന്നുകൂടെ പറ, എന്റെ കണ്ണൂടെ ഒന്നും അറിയട്ടല്ലേ. എന്നോട് പറഞ്ഞറിയോ, അവന്റെ അച്ഛന്റെ കല്യാണം എങ്ങനെ നടന്നോ അതുപോലെ വേണം അവന്റെ കല്യാണം നടക്കാനെന്ന്. അപ്പൊ പുളിമാവെ കെട്ടിയിട്ടിട്ട് അല്ല, ഞാനല്ലേ ഒറ്റ വെച്ച ആൾക്കാരെ കൂട്ടിയത്.